ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ. കാലത്തുണർന്നു ഗുരുപാദയുഗ്മം സ്തുതിച്ചും കാലും മുഖം കഴുകി നല്ല വിഭൂതി ചാർത്തി കാലാരിതൻ്റെ തിരുനാമ ജപങ്ങളാലേ കാലം കഴിക്കും അവനോ ബഹുഭാഗ്യശാലി. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. പഞ്ചമസ്കന്ധം. ശ്രീശുകമഹാമുനി ശ്രീപരീക്ഷിത്തിനോട് കേശവചരിത്രങ്ങൾ ആശയം തെളിവാനായി ആശു ചൊല്ലിയതെല്ലാം സൂതനാം വ്യാസശിഷ്യൻ ആശീർവാദവും ചെയ്തു ശൗനകാദികൾക്കെല്ലാം ഏഷണാദികളായ പാശങ്ങൾ നശിപ്പിപ്പാന് ദോഷമെന്നിയെ ചൊന്നോരാത്മസാരമിപ്പോൾ ശ്രീശുകപ്പൈതലേ നീ ചൊല്ലേണം എന്നോടെല്ലാം ആശകളകന്നുള്ളിൽ ആനന്ദം വരും വണ്ണം. കേൾപ്പിപ്പാൻ പണിയതു പറഞ്ഞാൽ എനിക്കിപ്പോൾ കേൾപ്പതിന്നപേക്ഷയുണ്ടെങ്കിലോ കേട്ടുകൊള്ളുവിൻ. കേൾപ്പിപ്പാൻ പാത്രമല്ല ഞാനതെന്നിരിക്കിലും താൽപര്യാർത്ഥമായൊട്ടു ചുരുക്കി പറഞ്ഞിടാം. സ്ഥാനത്തെ പറയുന്ന പഞ്ചമസ്കന്ധം കൊണ്ട് സ്ഥാനമായതും ജഗത്രക്ഷയെന്നറിഞ്ഞാലും രക്ഷിതമായിട്ടുള്ള ലോകസംസ്ഥാനങ്ങളും ദിഗിശേഷത്താലുണ്ടാം ആയുർവേദാദികളും ലോകത്തെ പ്രിയവൃതനാദിയാ രാജാക്കന്മാര് ആകവേ ധർമ്മത്തോടെ പാലിച്ച പ്രകാരവും ധന്യനാം പ്രിയവൃതനാകിയ മനുപുത്ര തന്നുടെ ചരിത്രത്തെ ചൊല്ലുന്നു നടേയെങ്കിൽ സാരമാം നിവർത്തിമാർഗത്തെ വിസ്തരിച്ചൊക്കെ നാരദനുപദേശിച്ചിടിനാനതുമൂലം പാരിതു പാലിക്കുന്നു താതൻ്റെ നിയോഗത്തെ വാരമൊന്ന് അനുവദിച്ചീലേതും പ്രിയവൃതൻ അക്കാലം വിധാതാവുതാൻ തന്നെ എഴുന്നള്ളി മുഖ്യനാം പൗത്രനോടു സൽക്കർമ്മമരുൾ ചെയ്തു. ഞാൻ പറയുന്നതിനെ കേട്ടുകൊൾ കുമാരാ നീ. സാമ്പ്രതമതുകൊണ്ട് മോക്ഷത്തെ പ്രാപിച്ചിടാം. ഈശ്വരൻ തന്നെ നിന്ദിച്ചിടോല കുറഞ്ഞൊന്നും ഈശ്വരാജ്ഞയായി തന്നെ ലോകങ്ങൾ വർത്തിക്കുന്നു. ആരാലും അതിക്രമിക്കാവതില്ലിതു നൂനം നേരുള്ള മുക്തന്മാരായുള്ളവർ പോലുമൊക്കെ തങ്ങൾക്കു കർമ്മക്ഷയം വരുവോളും നാളേക്ക് തങ്ങളുടെ ശരീരത്തെ രക്ഷിച്ചിടുന്നുവല്ലോ. കേൾക്ക നീ മുമുക്ഷുവായിരിക്കുന്നവനേതും ഓർക്കുമ്പോൾ ബന്ധമില്ല ഗൃഹസ്ഥാശ്രമം കൊണ്ടും. ആകയാൽ നീയുമിന്ന് ഭഗവൽ പാദാംബുജം ശോകശാന്തിക്കു നന്നായി ആശ്രയിച്ചെൻ്റെ ചൊല്ലാൽ മഹത്വം വളരുമാറിരുന്നു വഴി പോലെ
ഗൃഹസ്ഥാശ്രമ അവലംബിക്കമടിയാതെ ഈശ്വരാർപ്പണമായി കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ഈശ്വരാജ്ഞയായി വരും ഭോഗങ്ങൾ ഭുജിക്ക നീ. ഇങ്ങനെയുള്ള ദാതാ തന്നെ നിയോഗങ്ങൾ അങ്ങനെ തന്നെയെന്നു കൈകൊണ്ടാൻ പ്രിയവൃതൻ. വിശ്വപാലനം ചെയ്തു വസിച്ചിടിന കാലം വിശ്വകർമാവിൻ മകളാം ബർഹിഷ്മതി തന്നെ. വിശ്വകർമാവിൻ മകളാം ബർഹിഷ്മതി തന്നെ കൈകൊണ്ടാനവൾ പെറ്റു 10 പുത്രരുമുണ്ടായി. ചൊൽക്കൊള്ളു ഊർജസ്വാതി എന്നൊരു കന്യകയും. അഗ്നീന്ദ്രദിഗ്ജിഹയൻ യജ്ഞബാഹുവും പിന്നെ കേൾക്കണം മഹാവീരൻ ഹിരണ്യാരേതാവെന്നും കൃതപുഷ്ടനും എട്ടാമൻ മാതാതിഥി വിധിഹോത്രനും കവിയെന്നവൻ 10ാമവൻ. ഇവരിൽ മഹാവീരനാമാവും കവിതാനും സവനും സന്യാസിച്ചു സാധിച്ചാർ പുരുഷാർത്ഥം. മറ്റൊരു ഭാര്യ പെറ്റിട്ടുത്തമൻ താമസനും രൈവതനെന്നു 3 പുത്രരും ഉണ്ടായി വന്നും. അവർ പോൽ 3ാമനും തുടങ്ങി ക്രമത്താലേ. തപസാമനുക്കളാകുന്നതെന്നല്ലോ കേൾപ്പു. മാനവൻ പ്രിയവൃതൻ താനോരു 11 മാനമായിട്ടു പരിവത്സര കോടിവാണാൻ. മേരുവേ പ്രദക്ഷിണം ചെയ്തിടും ദിവാകര രശ്മികൾ കൊണ്ടുടൻ ഭൂമണ്ഡലം ഒരു പാതി സത്വരം പ്രകാശിച്ചിടുന്നിതു മറ്റേ പാതി. അത്ര നേരവും പ്രകാശത്തോടുകൂടായുന്നു ആരണമയൻ രശ്മി കൊണ്ടു ഭൂചക്രം പാതി. കേവലം ദീപിക്കുന്നു മറ്റേടം പുനരപ്പോൾ ദീപിച്ചിടുന്നതില്ല കേളടോ കുറഞ്ഞൊന്നും. അക്കാലമാദിത്യനോടൊത്തോരു വേഗം പൂണ്ട് മുഖ്യമായി തേജോമയമായോരു തേരിലേറി രാത്രിയെ പകലാക്കിയിടുന്നതുണ്ടെന്നു കൽപ്പിച്ച് ആസ്തയായി മനുപുത്രനായിടും പ്രിയവൃതൻ. താൻ കൂടെ പ്രദക്ഷിണം ചെയ്താനോരേഴു വട്ടം കാൺകടോ രണ്ടാമതൊരാദിത്യനെന്ന പോലെ. തേരുരുൾ നടന്നോരു വഴികൾ 7 വാരിധികളുമായി തിടയിലിടമെല്ലാം ദ്വീപുകളായും വന്നിതക്കാലമവൻ പിന്നെ ദ്വീപുകൾ 7 പുത്രർക്കു കൊടുത്തുപോല്. പുത്രിയാം ഊർജസ്വാതി തന്നെ ശുക്രനു നൽകി. പുത്രിയും അവൾ പെറ്റിട്ടുണ്ടായി ദേവയാനി. അവളെ യയാതിയാം ഭൂപതി കൈകൊണ്ടുപോയി അവിടെ പ്രിയവൃതനായ മന്നവൻ പിന്നെ. ചേതസി വിവേകവൈരാഗ്യങ്ങളോടുകൂടെ ദാതൃജൻ പോക്കൽ നിന്നു കിട്ടിയോരുപദേശാല് ബ്രഹ്മോപാസനം ചെയ്തു സാധിച്ചാൻ പുരുഷാർത്ഥം. നിർമ്മലനവൻ തൻ്റെ നന്ദനനഗ്രീന്ദ്രത്താൻ ജംബുദീപാധിപതി പർവ്വതഗുഹ തന്നിൽ അംബുവാദാശനായി തപസ്സു ചെയ്യുംകാലം അംബുജ ജന്മാവു തൻ ആജ്ഞയായി പോന്നു വന്നാല് ആളമ്പരെ നിന്നു പൂർവചിത്തിയാം അപ്സരശ്രീ അവളെ കണ്ടു മോഹിച്ച് അഗ്നീന്ദ്രനുര ചെയ്താൻ.
അവളോടാര് നീ എന്നു ചൊൽകടോ മടിയാതെ. ഞാണില്ലാതോരു വില്ലും മടമ്പില്ലാതോരമ്പും ആനന്ദം വരുമാറു കൈകൊണ്ട് മനോജ്ഞമായി എന്തോരു കാര്യമായി പെരുമാറുന്നു ഭവാന്. എന്തോന്നു ചിന്തിപ്പോൾ ഇവിടേക്കെഴുന്നള്ളി എന്തോരു കാര്യമായി പെരുമാറുന്നു ഭവാനെന്തൊന്നു ചിന്തിച്ചിപ്പോൾ അവിടേക്ക് എഴുന്നള്ളി. ഏതൊരു ലോകത്തിങ്കലുണ്ടായി ഭവാൻ മമ ചേതസീ കൊതിയുണ്ടു കാൺകയിൽ അവിടെ ഇവിടെയും യാതൊരു ലോകത്തു നിന്നിങ്ങനെ സമങ്ങളായി ചേതോ മോഹനങ്ങളായ ലോകലോപിതങ്ങളായി മാറത്തു തഴമ്പുകളത്രയും വലുതത്രേ മാമുനിശ്രേഷ്ഠ നമസ്കാരം കൊണ്ടത്രേ അല്ലേ. ബാക്കി ഭാഗം നാളെ.